സാക്സ് വെറൈറ്റീസ്. എന്താണ് സ്പെഷ്യൽ? എന്താണ് നമ്മളത് സ്പെഷ്യൽ സ്നാക്ക്. അതാണ് നമ്മൾ ഇന്നത്തെ വെറൈറ്റി സ്പെഷ്യൽ സ്നാക്കാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ ഇവര് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. നമ്മുടെ ചാനലിൽ ഒരുപാട് യാത്രകളൊക്കെ അല്ലേ. നമ്മൾ രണ്ടാമത് ഒരേ പോലത്തെ തൊപ്പിയാണല്ലോ, അടിപൊളി തൊപ്പിയാണല്ലോ അല്ലേ. നമുക്ക് വേറെയും കളർ തൊപ്പികളൊക്കെ അല്ലേ. അപ്പൊ ഞങ്ങൾ എന്താ പറയണത്, അതൊക്കെ ഒരു ചെയ്തിട്ടുണ്ടോ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ പറയും. എന്നാലും മുഴുവനായിട്ട് കാണല്ലേ. ആയിക്കോട്ടെ. ഇത് വെള്ളമുള്ള 1 ടേബിൾ സ്പൂണ്, 1 പച്ചമുളക്, ഇത് ചുവന്ന മുളകിൻ്റെ കുരു കളഞ്ഞിട്ടൊന്ന് പൊടിച്ചെടുത്താണ്. ഉപ്പ് പാകത്തിന്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 4 കിഴങ്ങ് വേവിച്ചിട്ട് തോല് കളഞ്ഞാണ് അതിന് ഉടച്ചെടുക്കണം. പിന്നെ ഒരു കൈപിടുത്തം മല്ലിയാല ചെറുതാക്കി അരിഞ്ഞാണ്. 1 ഗ്ലാസ് മൈദപ്പൊടിയും 1 ഗ്ലാസ് നല്ല ചൂടുവെള്ളം വേണം. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് ആദ്യം ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആ ചെറിയ ജീരകവും ഇടുക. ഒന്ന് ചൂടായി കഴിഞ്ഞ ഉടനെ തന്നെ ആ എള്ളും ഇടുക. പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി അരിയണം, ചെറുതാക്കി അരിഞ്ഞ് അത് ഇടുക. ഇത് ഒന്നിങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഈ കിഴങ്ങ് വേവിച്ചിട്ട് ഒന്ന് ഉടച്ച് വെച്ചാണ് ഇത് അതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം ഇട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ഉപ്പും ഇടുക. ഈ ചുവന്ന മുളകിൻ്റെ കുരു കളഞ്ഞിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താണ് അതും ഇടുക. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഈ സമയത്ത് അടുപ്പിൽ നമ്മൾ ചൂടുവെള്ളം തിളപ്പിക്കണം. 1 ഗ്ലാസ് വെള്ളം. ആ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് പാരുക. തിളച്ച വെള്ളമായിരിക്കണം പാരേണ്ടത്. ഒന്നിങ്ങനെ കുത്തി ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് മൈദപ്പൊടി ഇടുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ചപ്പാത്തി പത്തിരിയൊക്കെ വാട്ടുന്നില്ല, അതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അടുപ്പ്. അതിലേക്ക് ലാസ്റ്റ് ഓഫാക്കാൻ നേരത്ത് കുറച്ച് മല്ലിയില ഇടുക. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. പിന്നെ ഇത് നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ പിന്നെ കുഴക്കണം. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ലവണ്ണം കുഴച്ചുണ്ടാക്കുക. ഇനി അതെടുത്ത് അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ലിക്വിഡ് ഉണ്ടാക്കണം. കുറച്ച് മൈദപ്പൊടിയും മല്ലിയാലൻ്റെ ചെറുതാക്കി അരിഞ്ഞവും ഉപ്പ് പാകത്തിനും ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് ലൂസാക്കുക. ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അധികം ടൈറ്റ് ആവരുത്, അധികം ലൂസ് ആവരുത്. ഇനി നമ്മുടെ അടുത്ത കലാപരിപാടി, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ ആക്കുക. ഏകദേശം 1/2 സെൻറ്റിമീറ്റർ കനം വേണം. അത് പരത്തി കഴിഞ്ഞാൽ പറ്റ നൈസായി പോരുത്, ചെറിയൊരു തിക്നെസ് ഉണ്ടാവണം. അതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിക്കുക. ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ കളഞ്ഞിട്ട് ഇനി ആദ്യം കുറച്ച് വീതി കുറച്ചിട്ടുള്ളതും ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് വീതി കൂട്ടിയിട്ടുള്ളതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് പൊരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെ മുറിക്കുക. ഇനി കത്തില്ലെങ്കിൽ ഇതേപോലെ നമ്മളെ പിസ്സ കട്ടറായിട്ട് മുറിക്കാം. പിന്നെ അതിന് അധികം നീളം വരെ ഇതേപോലെ ഈ ഒരു വലുപ്പത്തിൽ വെച്ചാൽ മതി. ഏകദേശം ഒരു 5 സെൻറ്റിമീറ്റർ നീളം ഉണ്ടാവും. ഇനി നല്ല ചൂടുള്ള എണ്ണയിലേക്ക്, വെളിച്ചെണ്ണയിലാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ ആ ബാറ്ററിൽ ഒന്നിങ്ങനെ മുക്കിയിട്ട് നേരെ അടുപ്പിലേക്ക് ഇടുക. ചൂട് ഒരിക്കലും കുറക്കരുത്, നല്ല ചൂട് തന്നെ ആക്കുക. ഓരോന്നായിട്ട് ഇടുക. കയ്യിൽ നിന്നും വിട്ടിടുക നല്ലത്. മറ്റേ നമ്മൾ ചിലപ്പോൾ ഒട്ടി പിടിച്ച് കഴിഞ്ഞാൽ മാറ്റണേ കുറച്ച് പണിയെടുക്കും. ഇനി അതങ്ങനെ മാറിക്കൊടുക്കുക, ഇളക്കി ചെയ്ത് കൊടുക്കുക. ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് മറിച്ച് വിടുക. അപ്പോൾ ഒരു കളർ ചേഞ്ച് വരും. ഇത് അധികം വീതി ഇല്ലാണ്ട് ഞാൻ പൊരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. അത് ഞാൻ കോരിയെടുക്കുകയാണ്. ഇനി കുറച്ച് വീതി കൂട്ടിയിട്ടുള്ളതാണ്. ഇതാണ് കുറച്ചും കൂടി നന്നാവുക. ഒരു പിടിക്കാനും ഷേപ്പും കാണാൻ ഭംഗിയൊക്കെ ഈ ഒരു സൈസായിരിക്കും. അപ്പോൾ അതുപോലെ ഉണ്ടാകും. ഇത് കച്ചപ്പ് കൂട്ടി കഴിക്കുക. ഇത് 2 സൈസാണ്, ചെറുതും കുറച്ച് വീതി കൂടിയതും വീതി കുറഞ്ഞുകൊണ്ട് ഉണ്ടല്ലേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചൂടോടെ തന്നെ കഴിക്കണം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ കാണണം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.